നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഒരു വെക്കേഷൻ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന പല പദ്ധതികളും പ്ലാനുകളുമെല്ലാം ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പലപ്പോഴും കല്യാണങ്ങൾ, മറ്റുള്ള ഫംഗ്ഷനുകൾ, പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതെല്ലാം വെക്കേഷൻ ആവട്ടെ എന്നാലാണ് എല്ലാവരെയും കിട്ടുക, ലഭ്യമാവുക എന്നുള്ള തരത്തിൽ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തവരാണ് നമ്മൾ. ഒരുപക്ഷെ കുടുംബവുമായൊത്ത് യാത്രകൾ പോകാനുള്ള പദ്ധതികൾ അത് തയ്യാറാക്കിയവരും പോയവരുമെല്ലാം ഉണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകമായ പദ്ധതികളും പ്ലാനുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പെരുന്നാൾ അടുക്കുകയാണ്, കച്ചവടക്കാർക്ക് അവരുടേതായ പദ്ധതികൾ ഉണ്ടാവാം. സ്കൂളുകൾ തുറക്കാൻ നിൽക്കുമ്പോൾ അത്തരം കച്ചവടക്കാർക്കൊക്കെ അവരുടേതായ ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില പദ്ധതികളും താളവും എല്ലാം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൂടെയല്ല വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളും ക്രമങ്ങളുമൊക്കെ ഉണ്ടോ എന്ന് നമ്മുടെ ദുനിയാവിലെ എല്ലാ പദ്ധതികളുടെ കൂടെയും നമ്മുടെ ഹൃദയത്തോട് പ്രിയപ്പെട്ടവരെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. റമദാനിൽ നന്മകൾ നേടിയെടുക്കാൻ ചില പ്ലാനുകളും പദ്ധതികളും തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമാണ്. അതേപോലെ തന്നെ റമദാന് കഴിഞ്ഞു പോയപ്പോൾ റമദാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന ചില തീരുമാനങ്ങളും പ്രത്യേകമായ ചില സമയത്തെ മാറ്റിവെക്കലുകളും വിശുദ്ധ ഖുർആനിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളുമൊക്കെ റമദാന് കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം ആ റമദാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്രയും സമയം ദീനിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന സമയം ഇന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നതും യഥാർത്ഥത്തിൽ അതൊരു സത്യം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, റമദാനിന് പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേകമായ ദിവസങ്ങൾ, ചില പ്രത്യേകമായ സമയങ്ങളൊക്കെ ഇസ്ലാമിൽ അതിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ പ്രത്യേകതകളുള്ള നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്താൻ നാം തയ്യാറാകേണ്ടുന്ന ചില സാഹചര്യങ്ങളും ദിവസങ്ങളുമാണ് നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്. പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ച് തന്നെയാണ്. ദുൽഹിജ്ജ മാസം പിറന്നത് മുതൽ ഏതാണ്ട് അടുത്ത വെള്ളിയാഴ്ചയാവുമ്പോൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ എന്ന്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഫളിലാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ എന്നാണ്. അയ്യാമുൽ അശ്ർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് വച്ചാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറയുന്നത് ഈ ദുനിയാവിലെ തന്നെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളായിക്കൊണ്ടാണ്. തുടക്കത്തിൽ നാം സൂചിപ്പിച്ചു ആയത്ത് നമുക്കൊക്കെ മനഃപ്പാടമായ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ. ആ അറബി ഭാഷയിൽ ലയാൽ എന്ന് പറഞ്ഞ രാത്രികൾ എന്നതിനപ്പുറത്ത് അതിന് തൊട്ടുശേഷം വരുന്ന പകലിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് 24 മണിക്കൂറിന് അങ്ങനെ സംസാരിക്കാറുണ്ട്. വലയാലിൻ അശ്ർ എന്ന് പറയുന്നിടത്ത് ആ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങൾ ഏത് എന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുഫസ്സിറുകൾക്കിടയിൽ. അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതല്ല മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത്, റമദാനിൽ അവസാനത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രബലമായ അഭിപ്രായം വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന ആ ദിവസങ്ങൾ, ഇവിടെ നമുക്ക് കൃത്യമായി ചില ചർച്ചകൾ ഈ വിഷയത്തിൽ കാണാം. റമദാനിൻ്റെ അവസാനത്തെ 10 ആണോ? നമ്മുടെ മനസ്സിലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ദിവസത്തെക്കാൾ പ്രാധാന്യം ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം. അതിന് കൃത്യമായി പണ്ഡിതലോകം അതിന് മറുപടി വെച്ചിട്ടുണ്ട്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്നത് ദുൽഹിജ്ജ മാസത്തിലെ
ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾക്കാണ്. ഇമാം ഇബ്നു തൈമിയ വിഷയത്തിൽ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നാൽ രാത്രികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രികളുള്ളത് അത് റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്നത് എന്നാണ്. എന്തായിരുന്നാലും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ നന്മകൾ, ഇൻഷാ അല്ലാഹ് ഓരോന്നും നമ്മൾ വിശദീകരിക്കും, അത് നമ്മുടെ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തേണ്ടുന്ന സമയമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളതിനെ കാണണമെന്നാണ്. എന്തുകൊണ്ട് ഇത്രയധികം പ്രത്യേകതകൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾക്ക് വന്നു എന്ന ചോദ്യത്തിന് പണ്ഡിത ലോകം നൽകുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദ ഫീഹി വഹിയ സ്വലാത്തു വസിയാമു വസ്വദഖത്തു വൽ ഹജ്ജു. ഈ ഉമ്മത്തിലെ അല്ലെങ്കിൽ ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒത്തുചേരുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ നമസ്കാരം എല്ലായ്പ്പോഴും ഉണ്ട്. അതേപോലെ നോമ്പും ചില മാസങ്ങളിൽ അല്ലെങ്കിൽ റമളാനിൽ നിർബന്ധമാണ്, അതല്ലാത്ത സമയത്തുണ്ട്. സ്വതക്കകൾ എപ്പോഴും ആകാം. ചേർത്തു പറയുന്ന ഹജ്ജ് എല്ലാ സമയത്തും ഇല്ലല്ലോ. അപ്പൊ ഹജ്ജും നോമ്പും സ്വതക്കകളും നമസ്കാരങ്ങളും ചേർന്നു വരുന്ന 10 ദിവസങ്ങൾ, ഹജ്ജിന്റെ കർമ്മങ്ങളും അതേപോലെ തന്നെ അതിൽ നോമ്പെടുക്കുന്ന അറഫ നോമ്പ് അല്ലാത്ത നോമ്പുകളും അതേപോലെ നമസ്കാരങ്ങൾ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ സ്വതക്കകൾ പ്രത്യേകമായിട്ട് നൽകുന്നു. എല്ലാ ഇബാദത്തുകളും ഒത്തുചേരുന്ന ദിവസമായതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി ഈ ദിവസങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് കൃത്യമായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും ആ വിഷയത്തെ ചേർത്ത് പറയുന്നത് വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് സൂറത്തുൽ ഹജ്ജിലൂടെ നമുക്ക് കാണാൻ കഴിയും. 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിൽ കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കാനും വേണ്ടി ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ മാസത്തിലെ തുടക്കത്തിലെ ദിവസമാണ് എന്ന് കൃത്യമായി കൊണ്ട് മുഫസ്സിറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഈ പ്രത്യേകതകളിൽ ഈ ഒരു ദിവസങ്ങളിൽ നോമ്പുകൾ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ, ഏതേതു കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ കഴിയുമോ ആ കർമ്മങ്ങളെല്ലാം അധികരിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ നമുക്ക് ഓരോ കർമ്മങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഏതൊക്കെ നന്മകൾ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയും. അതിലൊന്നാമത്തത് ഹജ്ജ്. അത് ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കർമ്മമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് അല്പം സംഖ്യ ചെലവാക്കണം, കുറച്ച് പണം അതിന് ചിലവുണ്ട്. ആ പണം ഉണ്ടായത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ബാങ്ക് ബാലൻസ് 2-3 ഹജ്ജ് ചെയ്യാനുള്ള ബാങ്ക് ബാലൻസ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരോഗ്യമുണ്ടായത് കൊണ്ട് മാത്രം സാധ്യമാകണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു തൗഫീക്ക് കൂടി ആ വിഷയത്തിൽ വേണം. നമ്മുടെ കൂട്ടത്തിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ ഹജ്ജ് നിർവഹിച്ച ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുന്നത് വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജ്, എല്ലാം സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജ് കൃത്യമായി മബ്റൂറായ പുണ്യകരമായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗം കിട്ടിയെന്ന ഒരു സംശയമല്ല. ഹജ്ജ് നിർവഹിച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജായി റബ്ബ് കബൂലാക്കി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട്. ഒരു പ്രയാസവുമില്ലാതെ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന, പ്ലാനുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയത് ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എടുക്കാവുന്ന കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഹജ്ജാണ്. രണ്ടാമത്തത് നമസ്കാരമാണ്. നമസ്കാരം ദുൽഹിജ്ജ മാസത്തിൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ 10 ദിവസങ്ങളിൽ മാത്രം വേണമെന്നല്ലല്ലോ. നമസ്കാരം എല്ലായ്പ്പോഴും നിർബന്ധ നമസ്കാരങ്ങൾ ഉണ്ടാവണം. എന്നിരുന്നാലും ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങളാവാം, അതല്ലാത്ത നമസ്കാരങ്ങളാവാം, ദുഹാ നമസ്കാരങ്ങളാവാം, റമദാനിൽ നാം നിർവഹിച്ചിരുന്ന രാത്രി നമസ്കാരങ്ങൾ തുടർന്ന് കുറച്ച് ദിവസം വന്നിരുന്നു. പിന്നെ എവിടെയൊക്കെയോ ചില പ്ലാനുകൾ മാറി നമസ്കാരം നമ്മളിൽ നിന്ന് ചോർന്നുപോയി. അത് തിരിച്ചെടുക്കാനുള്ളൊരു സമയമായിട്ട് കാണാം. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്ന സമയമായി ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളെ കാണാൻ, അത് തുടർന്നും ജീവിതത്തിൽ അങ്ങ് പകർന്നു പോകേണ്ടുന്ന അവസരമായിട്ട് അതിനെ കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. മൂന്നാമത്തത് നോമ്പാണ്. നോമ്പ് അധികരിപ്പിക്കാൻ.
അറഫാ നോമ്പ് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. അറഫാ നോമ്പുണ്ട്. അതല്ലാത്ത മറ്റു ദിവസങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 8 വരെ അല്ലെങ്കിൽ 9 അടക്കം അറഫ അടക്കം അതിൽ എല്ലാ കർമ്മങ്ങളും വർദ്ധിപ്പിക്കുന്നത് പോലെ നോമ്പുകളും വർദ്ധിപ്പിക്കാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറഫാ നോമ്പിനെ കുറിച്ച് സംസാരിച്ചത് യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാക്കിയാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങളെ മായ്ച്ചു കളയും എന്നതാണ് അറഫാ നോമ്പിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഉറപ്പുവരുത്താൻ കഴിയണം ഇൻഷാ അല്ലാഹ് ഞാൻ നോമ്പെടുക്കുമെന്ന് തീർച്ചയാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ബോധപൂർവം ഞാനൊരു പ്രാർത്ഥന ചൊല്ലും, ഞാൻ അല്ലെങ്കിൽ ഇത്ര ദിക്റുകൾ ഞാൻ വർദ്ധിപ്പിക്കും എന്ന ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളായി മാറുന്നത്. അതേപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റമദാനിൽ നമ്മൾ സ്വതക്ക കൊടുത്തിരുന്നു. റമദാന് കഴിഞ്ഞിട്ട് ആ 2 മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ പിന്നീട് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും. സ്വതക്കകൾ കൊടുക്കാൻ സാഹചര്യമില്ലാഞ്ഞിട്ടാണോ, നമ്മുടെ പരിസരങ്ങളിൽ ആളുകളില്ലാഞ്ഞിട്ടാണോ, സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ, അതിന് വേണ്ട ആ സ്വതക്ക സ്വീകരിക്കാൻ ആളുകളില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. നമ്മൾ എത്ര കൊടുത്തു എന്ന് ആലോചിച്ചു നോക്കൂ. സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ബോധപൂർവ്വം നമ്മൾ ചെലവഴിക്കും. ബോധപൂർവ്വം പ്രിയപ്പെട്ടവർ ഞാൻ ഇത്ര കൊടുക്കുമെന്നൊക്കെ റമദാനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. റമദാനിൽ പ്രത്യേകമായിട്ട് കച്ചവടത്തിന് ലാഭം കിട്ടി, അതിൽ നിന്നല്ലല്ലോ കൊടുത്തത്, അങ്ങനെയല്ലല്ലോ കൊടുത്തത്. നാം നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് കൊടുക്കുക. ഇത് ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ എല്ലാ നന്മകളും വർദ്ധിപ്പിക്കാം. കുടുംബ ബന്ധങ്ങൾ ചേർക്കാം. അതല്ലാത്ത എന്തൊക്കെ നന്മകളുണ്ട്, അയൽവാസിയുമായിട്ടുള്ള ബന്ധമാകാം, രോഗികളെ പോയി സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് മാറ്റിവെക്കാം. ഈ സമയത്ത് സന്ദർശിക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ടാകും. എത്രത്തോളം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ. ഒരു നന്മയെയും നിങ്ങൾ നിസാരമായി കാണരുത് കേട്ടോ. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. പുഞ്ചിരിക്കുന്ന മുഖവുമായി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നന്മയാണ്. പുഞ്ചിരി പോലും നന്മയാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതു മേഖലയിൽ എന്തു നന്മയുണ്ടോ ഇതെല്ലാം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവണം. ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, നമ്മുടെ പള്ളികൾ എല്ലാ നിലക്കും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഉളുഹിയത്തിന് നമ്മൾ പങ്കാളികളാകാൻ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. എൻ്റെ മരണവും എൻ്റെ ജീവിതവും എൻ്റെ നമസ്കാരവും അള്ളാഹുവിനുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമസ്കരിക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് നമ്മൾ മരണമുണ്ട്, ജീവിതമുണ്ട്. അതിൽ ചേർത്ത് പറഞ്ഞ ഒന്നെന്തറിയോ? എൻ്റെ നോമ്പുകളെന്നല്ല പറഞ്ഞത്, എൻ്റെ സ്വതക്കകളെന്നല്ല പറഞ്ഞത്, എൻ്റെ ബലികർമ്മങ്ങൾ എന്നാ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ബലികർമ്മം അതിൽ പങ്കാളിയാകാൻ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ്. അതിൽ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് കാണാം, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നിനക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, അതിന് പകരമായിട്ട്, അതിന് നന്ദിയായിട്ട്, ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം കേട്ടോ. നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. ഒന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്, റബ്ബിന് വേണ്ടി നോമ്പനുഷ്ഠിക്കണം എന്നല്ല പറഞ്ഞേ, റബ്ബിന് വേണ്ടി സ്വതക്ക കൊടുക്കണം എന്നല്ല പറഞ്ഞേ. അവിടെ ചേർത്ത് പറഞ്ഞെന്തരോ, വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി ബലിയെറുക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങളുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ വിളക്കിലൊഴിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ കുറിച്ചാണ്. അവിടുന്ന് വഫാത്താകുമ്പോഴേ വീട്ടിൽ സ്വഹാബികളൊക്കെ തലേ ദിവസം ഇങ്ങനെ വരുമ്പോൾ വിളക്കിലൊഴിക്കാൻ എണ്ണയില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് സ്വഹാബികൾ രാത്രി വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമല്ലോ. അതിനുവേണ്ടി എണ്ണ കടം വാങ്ങി കൊണ്ടുവരുന്ന ഒരു മുദ്ദു ഗോതമ്പിന് വേണ്ടി പ്രവാചകന്റെ പടയങ്കി തൊട്ടടുത്ത മനുഷ്യന്റെ ജൂതന്റെ വീട്ടിൽ പണയത്തിന് വെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മത്തിൽ ഒരു അമാന്തവും കാണിച്ചിരുന്നില്ല എന്നാണ്. ഹദീസുകൾ എത്ര നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ എന്താ ചെലവഴിച്ചിട്ടുള്ളത്?
ഈ ബലികർമ്മത്തിൽ ഞാൻ എങ്ങനെ പങ്കാളിയാകുന്നു, ഉളുഹിയത്തിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ടോ? പലപ്പോഴും സമൂഹത്തിലുള്ളൊരു ധാരണ എന്തെന്ന് വെച്ചാൽ ആ ബലിമൃഗത്തിൻ്റെ മാംസം കഴിക്കുക, അതെല്ലാവരും കഴിക്കുന്ന അതിൽ പങ്കാളികളാവുക എന്നുള്ളത് അത് സമൂഹത്തിലെ പണക്കാരൻ്റെ ബാധ്യതയാണ്. അത് പണക്കാരന് വേണ്ടി മാത്രം, അത് സ്ഥിരമായിട്ട് കൂടുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതെന്നൊരു ഈ സംസാരം നമ്മൾ കേൾക്കുമ്പോഴേ നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വില ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. ഉടുത്തിരിക്കുന്ന പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും തുണിയുടെയും വില, നാം നമ്മുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണടയുടെ വില, നാം ധരിച്ചിരിക്കുന്ന നമ്മുടെ വാച്ചിൻ്റെ വില, കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ വില, നാം വന്ന വാഹനത്തിൻ്റെ വില, ഓരോ മാസവും നമ്മൾ കൊടുക്കുന്ന റെൻറ്റിൻ്റെയും വാടകയുടെയും അതല്ലാത്ത രൂപത്തിൽ നമുക്ക് വരുന്ന ചിലവിൻ്റെയും റീചാർജിൻ്റെയും കറണ്ട് ബില്ലിൻ്റെയും ഗ്യാസിന് വേണ്ടി കൊടുക്കുന്നതും ദുനിയാവിലെ വിഷയത്തിന് നമ്മൾ ചെലവഴിക്കുന്നതും ഒന്ന് എടുത്തു കൂട്ടി നോക്കൂ നമ്മൾ. എന്നിട്ട് നമ്മുടെ മഹലിൽ ചെന്ന് പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഉളുഹിയത്തിനൊരു ഷെയർ ഇത്ര, അല്ലെങ്കിൽ ഒരു ആടിന് ഇത്ര, അത് വെച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ബോധപൂർവം ചെയ്താലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദുൽഹിജ്ജ മാസം ആവുമ്പോൾ പ്രത്യേകിച്ച് സാലറിയിൽ ഒരു ഇൻക്രിമെൻ്റ്, അതല്ലെങ്കിൽ കുറച്ച് വരുമാനം കൂടി അതെടുത്തിട്ട് കൊണ്ടുപോകുക അല്ല, നാം ബോധപൂർവം മാറ്റിവെക്കണം. ഈ കുട്ടികളൊക്കെ പണം സ്വരൂപിക്കുന്ന തൊണ്ട് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, കുറ്റി തൊണ്ട് എന്നൊക്കെ പറയാറുള്ളത്. ചില വീടുകളൊക്കെ അങ്ങനെ ഉണ്ട്. അത് വർഷത്തിൽ ഇങ്ങനെ ഉളുഹിയത്തുനിന്ന് എഴുതി വെച്ചിട്ട് എല്ലാ മാസവും 1000, 500, 100 ഒക്കെ ഇട്ടിട്ട് പള്ളിയിൽ അതിൽ ഇത്ര രൂപയാന്ന് പറയുമ്പോൾ ആ തൊണ്ടെടുത്ത് നോക്കി, എത്രയുള്ളത് 8000 രൂപ, എങ്കിൽ ഇനി ബാക്കി ചേർത്താൽ മതിയല്ലോ. ഇങ്ങനെ ഞാൻ പറഞ്ഞത് കടം വാങ്ങി നിർവഹിക്കണം എന്നതല്ല, എല്ലാത്തിനും പണമുണ്ട്. ഫോൺ മാറ്റി വാങ്ങാനും, മോഡൽ മാറ്റി വാങ്ങാനും, വാഹനത്തിൻ്റെ രൂപം മാറ്റാനും, വീടിൻ്റെ ഗേറ്റ് പെയിൻ്റ് അടിക്കാനും, ഇതിനൊക്കെ നമ്മളെടുത്ത് പണമുണ്ട്. ഉളുഹിയത്ത് വരുമ്പോൾ മാത്രം അത് പണക്കാർക്ക് മാത്രമാണ് ഉള്ളത് എന്നൊരു നില പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും, മൻ കാന ലഹു സഅത്തുൻ വലൻ യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് കഴിവുണ്ട്, ഉളുഹിയത്ത് അറുക്കാൻ അയാൾക്ക് കഴിവുണ്ട്, പക്ഷെ അയാൾ ഉളുഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് ഈദ് നമസ്കാരത്തിന് അവൻ വരേണ്ടതില്ല എന്ന്. ഈ ഹദീദിന്റെ റിപ്പോർട്ടിൽ ചില ദുർബലതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഹസനാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരാൾക്ക് ഉളുഹിയത്ത് അറുക്കാൻ കഴിവുണ്ട്, അയാൾ അറുക്കുന്നില്ലെങ്കിൽ മുസല്ലയിലേക്ക് വരണ്ട, ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൽ നന്മകൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഓരോ നന്മകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞെടുത്ത് ഉളുഹിയത്തിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പറഞ്ഞു, സ്വതക്കകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു, ദിക്റുകളും നോമ്പുകളും നമസ്കാരവും ഹജ്ജും ഉണ്ടാകണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാനുള്ള സമയം കൂടിയായി. ഇതിനെ നമ്മൾ മാറ്റിവെക്കണം. തൗബ എന്ന് പറഞ്ഞാൽ റമദാനിലൊന്ന് കരഞ്ഞു പറഞ്ഞു എന്നത് മാത്രമായില്ല. തൗബ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണം. ബോധപൂർവം സമയം മാറ്റിവെക്കുക. ദുൽഹിജ്ജ ദിവസത്തിൽ അന്ന് ദുഹർ നമസ്കാരത്തിന് ഏതോ ദുൽഹിജ്ജ ദിവസത്തിലെ ഒരു വക്തിന് വന്ന് ദുഹർ നമസ്കാരം കഴിഞ്ഞ് ചില തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോഴും പള്ളിയുടെ മൂലയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് റബ്ബിനോട് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാനുള്ള ഒരുപാട് അവസരങ്ങൾ തന്നതിൽ ഒരു 10 ദിവസത്തെ ഒരു അവസരം കൂടി റബ്ബ് നമ്മുടെ മുന്നിൽ ഇട്ടു തരികയാണ്. അതിനുപയോഗപ്പെടുത്താൻ എല്ലാ നിലക്കും ആരോഗ്യവും തൗഫീക്കും മനക്കരുത്തും നമ്മുടെ കുടുംബത്തോട് ഇത് ഷെയർ ചെയ്തുകൊണ്ട് അവരെ കൂടി ഇതിലേക്ക് ചേർത്ത് നിർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ പങ്കാളിയാകുന്ന ആളുകൾ അവർ ദുൽഹിജ്ജ 1 മുതൽ പിന്നീട് മുടിയോ നഖമോ അവർ വെട്ടാനോ നീക്കാനോ പാടില്ല എന്നാണ്. വീട്ടിൽ ഒരാൾ അറുത്താൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും അത് മതിയാകുന്നതാണ് എന്നാണ്. എന്നാൽ ചില കുടുംബങ്ങളിൽ വാപ്പക്കും കഴിയും, മകനും ബിസിനസ്സുണ്ട്, മകനും കഴിയും, മകൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അവർക്കും കഴിയും. എങ്കിൽ അവർക്കൊക്കെ ആ രൂപത്തിൽ പങ്കാളികളാകാവുന്നതാണ്. എന്നാലും കുടുംബത്തിൽ ഒരാൾ അറുത്താൽ അതെല്ലാവർക്കും ഉള്ളതായി. എന്നാൽ അതിൽ മുടിയും നഖവും നീക്കേണ്ടതില്ല, നീക്കരുത് എന്ന് പറയുന്നത് ആരാണോ പങ്കാളിയാവുന്നത് അത് കുടുംബനാഥന് മാത്രം ബാധകമാകുന്ന വിഷയമാണ്. എന്തായിരുന്നാലും ഈ വിഷയങ്ങളിലൊക്കെ സജീവമായൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇങ്ങനെ നന്മകളിൽ പരമാവധി മുന്നേറി വിജയം കൈവരിക്കുന്ന പരലോകത്ത് സ്വർഗീയ വാതിലുകൾ തുറന്നു കിട്ടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.